കാസിൻ. അപ്പോൾ നിങ്ങൾ ഈ ഇടയായിട്ട് കാണുന്ന എല്ലാം എൻ്റെ ഗിഫ്റ്റിൻ്റെ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ്. അപ്പം ഞങ്ങൾ ആക്ച്വലി കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു ദിവസം വാഗമൺ പോകണം, കുറച്ച് 2-3 ദിവസം സ്റ്റേ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെയും ടൈം ഒന്നും ശരിയാവുന്നില്ല, ഞങ്ങൾക്ക് ലീവൊക്കെ കുറച്ച് പാടായതുകൊണ്ട് ഞങ്ങൾ ഒരു സാറ്റർഡേ സൺഡേ എടുത്തു. അപ്പോൾ ഞങ്ങളിപ്പം വാഗമൺ ഉണ്ട്. വാഗമൺ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് റെഡ് കസീനോ, ഈഗിൾ റെഡ് കസീനോ എന്ന് പറയുന്ന റിസോർട്ടിലാണ്. അപ്പോൾ റിസോർട്ട് എന്ന് പറയുമ്പോൾ കുറേ എ ഫ്രെയിം വീടുകളാണ്, അപ്പോൾ അതിൽ മേളത്തെ ടോപ്പിൻ്റെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വ്യൂസും വീഡിയോസും നിങ്ങൾക്ക് ഈ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കാരണം നമുക്ക് കുറേ കവർ ചെയ്യാൻ പറ്റി. ഇപ്പം ഞങ്ങൾ ആര്യ ഭവനിലാണ്, ഹോട്ടൽ ആര്യാസിലാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്ന്. ടെസ്സിക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ഇത്ര രാവിലെ അവൾക്ക് മോർണിംഗ് ഐസ്ക്രീം മതി എന്നാണ് അവൾ പറയുന്നത്. ഇപ്പം ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിറങ്ങി, എന്നിട്ട് നേരെ വാഗമണിലോട്ടാണ് വിട്ടത്. പക്ഷേ നമുക്ക് 2 PM ചെക്ക് ഇൻ ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എവിടെ പോകുമെന്നുള്ള ആലോചനയിലാണ്. ക്ലിയർ അടിക്കുന്നല്ലേ? അഡ്വഞ്ചർ പാർക്ക്, വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ പോകാമെന്ന് വിചാരിക്കുന്നു. കാര്യം അവിടെ ഇപ്പോൾ ഒത്തിരി അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ അവിടെ വന്നു എന്നറിഞ്ഞു. അപ്പം നമ്മൾ മുന്നേ പോയിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം കുറേ മറ്റേ സിപ്പ് ലൈനും റോപ്പ് വേയും വാൾ ക്ലൈമ്പിങ് ഷൂട്ടിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പാരാഗ്ലൈഡിങ്, പെഡൽ ബോട്ട്, പിന്നെ എന്തൊക്കെയാണ് കാക്കിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിക്കുന്നു അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിക്കുന്നു. അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിട്ട് പക്ഷെ ഭയങ്കര മഴയായത് കാരണം കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മോള് നന്നായിട്ട് എൻജോയ് ചെയ്യാണ്. അവളിങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇത്രയും സ്പേസ് ഒന്നുമില്ല. അപ്പോൾ അവൾക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, അപ്പോൾ ഓടിക്കളിക്കാനുള്ള ആഗ്രഹമായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടി മുന്നിലിട്ടിട്ടാണ് പിന്നെ ബാക്കി അകത്തോട്ടൊക്കെ നടന്നേ. നമ്മളിപ്പോൾ പാർക്കിൻ്റെ ഉള്ളിലെത്തി. പക്ഷേ പല ആക്ടിവിറ്റീസ് ഇപ്പോൾ ഇവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭയങ്കര മഞ്ഞ് കാരണം ഇവർ മൊത്തം നിർത്തി വെച്ചിരിക്കുക. വളരെ ഈ സിപ്പ് ലൈനൊക്കെ മാത്രമേ ഉള്ളൂ വർക്കിംഗ് ആയിട്ടുള്ള. ബാക്കിയെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒത്തിരി കിഡ്സ് ബോട്ട്, ടോയ് കാറ്, പെയിൻ വാൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ ഒത്തിരി മഞ്ഞായത് കാരണം ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അവർ പറയുന്നു കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. നീ ഒരു മഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ എഗെയിൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഞങ്ങൾ വരുന്ന വഴിയിൽ ഞങ്ങൾ വിചാരിച്ച ഗ്ലാസ് ബ്രിഡ്ജിലൊന്ന് കയറാം അങ്ങനെയായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല, അതെല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. എൻ്റെ ബുക്കിംഗ് ഓഫീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ പറയുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴത്തേക്കും അവിടെ മറ്റേ കിഡ്സിൻ്റെ തന്നെ പിന്നെ അവരുടെ അഡ്വഞ്ചർ പാർക്കല്ല 2-3 ഐറ്റംസൊക്കെ അവർക്ക് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ മോളെ അതിനകത്ത് കയറ്റി. ഇപ്പോൾ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ 2 എണ്ണത്തിൽ കയറാം. അങ്ങനെ തീരെ ചെറുതായിട്ടുള്ള 2 എണ്ണത്തിൽ കുഞ്ഞിനെ കയറ്റി. അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവൾ എൻജോയ് ചെയ്ത് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമായിരുന്നു. ഒരു ബൈ പറഞ്ഞേ. ഇവിടെ ടാറ്റ പറഞ്ഞ പിന്നെ അവൾ നോക്കത്തേ ഇല്ല. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ തന്നെ ഫുഡ് മേടിച്ച് നേരെ കസീനോയിൽ അവിടെ എത്തി സാധനങ്ങളെല്ലാം എടുത്തിരിക്കുകയാണ്. റിസോർട്ടിലെത്തി. വാഗമൺ റിസോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഡീറ്റെയിൽസ് ഞാൻ പറയാം, കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം.
ഇത് ആക്ച്വലി നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴിയാണേ. അഡ്വഞ്ചർ പാർക്കിൽ പോയതിന് ശേഷം പിന്നെ നമ്മൾ ഒരിടത്തും പോയില്ല. നമ്മൾ നേരെ ഇവിടെ തന്നെയാണ് വന്നത്. ഒരു ഫുൾ സ്റ്റേ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ റെഡിയായി നമ്മൾ ഇറങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. ഞങ്ങൾ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മോക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് ഭയങ്കര ബഹളമായിരുന്നു. കൊടുക്ക്, അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ആനും വേണ്ടാന്ന്. പുറത്ത് ആക്ച്വലി നല്ല വ്യൂ ആട്ടോ. നല്ല മഞ്ഞുള്ളത് കാരണം ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും മോർണിംഗ് കുറച്ച് മഞ്ഞ് മാറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി ഇതുണ്ടായിരുന്നു, കാണാനൊക്കെ നല്ല രസമായിരുന്നു പുറത്ത്. കാണാൻ പറ്റുന്നില്ല, കിളിയില്ല, സൗണ്ട് കേൾക്കുന്ന ഇല്ല ഇല്ല ഇല്ല. ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് തിരിക്കുക. കാര്യം ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ഓഫീസിൽ പോകുന്നുള്ളതുകൊണ്ട് ഒരു ഈവനിങ് എത്തുന്ന രീതിയിൽ ഞങ്ങൾ മോർണിംഗ് തന്നെ ഇറങ്ങിയായിരുന്നു. ഇതൊക്കെ പോകുന്ന സ്ഥലത്തിൽ നിന്ന് ഹസ്ബൻഡ് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. നല്ല ഭംഗിയാട്ടോ കാണാൻ. നമ്മൾ നിന്ന റിസോർട്ട് കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഒത്തിരി നല്ല വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കവിടെ മഴ കുഞ്ഞുള്ളത് കാരണം അധികം നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. കാര്യം അവളും കൂടെ ഇറങ്ങും ഞങ്ങളുടെ കൂടെ. നമ്മൾ റിസോർട്ടും കൂടെ കാണിച്ചു കൊടുത്താലോ? ഇത് ആക്ച്വലി തങ്ങൽപ്പാറയാണ്. ഈ പാറ ഇങ്ങനെ പോയി കാണാൻ പറ്റുന്നതുകൊണ്ടൊന്നും അറിയില്ല. നമ്മുടെ റിസോർട്ട് ഇവിടെ ആയോ? കാണുന്നില്ല. ആ മേളില് കണ്ടോ, അവിടെയാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? ആ അതെ അതെ. ഇവിടെ പ്രൈവറ്റ് അത് എത്തിയോ ചോദിക്കണം. മറ്റേ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഞാൻ എടുക്കുന്നുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് തങ്കൽപ്പാറ ഉള്ളത്. ഞാൻ മുന്നേ കാണിച്ചു. എടുക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ. ഇതാണ് വില്ല.
വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യുവാണ്. കാര്യം ഞങ്ങൾ ഓൾറെഡി ടയേർഡായി. പിന്നെ ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ടാണ് പോകുന്നത്.